ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു VR ഡിസൈൻസ്. അപ്പം നമ്മൾ അങ്ങനെ 4K ആയിരിക്കുകയാണ്. 4K ആയതിൻ്റെ സന്തോഷത്തിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫർ സെയിൽ വീഡിയോ ആണ്. അത് പഴയ ഐറ്റംസ് ഒന്നും അല്ല. പഴയതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് സൈസ് അല്ല, പുതിയ ഐറ്റംസിൻ്റെ കളക്ഷനാണ്. അതും 2 പീസ് സെറ്റാണ്. ടോപ്പും ദുപ്പട്ടയും വരുന്നുണ്ട്, ടോപ്പും പാൻറ്റും വരുന്നുണ്ട്. രണ്ടും അഫോർഡബിൾ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം എൻ്റെ ഈ 4K ആവുന്നതിനുള്ള ജേർണിയിൽ എന്നെ മെസ്സേജിലൂടെ ആയാലും കമൻറ്റിലൂടെ ആയാലും ഇൻസ്പിറേഷനിലൂടെ ആയാലും ഒരുപാട് സപ്പോർട്ട് ചെയ്ത എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ബിഗ് താങ്ക്സ്. അവരോടെല്ലാം ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ 4Kയിൽ എത്തി നിൽക്കാൻ നിങ്ങൾ ഓരോരുത്തരും തന്നിരിക്കുന്ന ആ ഒരു സപ്പോർട്ട് മാത്രം കൊണ്ടാണ്, അല്ലാതെ എൻ്റെയോ VR ഡിസൈൻസിൻ്റെയോ ഒരു കഴിവ് കൊണ്ടോ ഒന്നുമല്ല. അപ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇനിയുള്ള അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ നിങ്ങളുടെ ഈ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളങ്ങനെ 4K ആയിട്ട് 2-3 ദിവസമായിട്ടുണ്ട്. അതിൻ്റെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല, കുറച്ച് ബിസി ആയിപ്പോയി. അപ്പം ഞാൻ വിചാരിച്ചു സാറ്റർഡേ വന്നിട്ട് ഒരുമിച്ച് സെക്കൻഡ് സാറ്റർഡേയിലുള്ള നമ്മുടെ മന്ത്ലി ഗിവവേയും ഈ ഗിവവേയും കൂടെ ഒരുമിച്ച് അനൗൺസ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് വലിയ പ്ലാനിങ്ങിലാണ് ഇരുന്നത്. പക്ഷേ ഇന്ന് മോർണിംഗ് ആയപ്പോഴത്തേക്കും ത്രോട്ട് ഇൻഫെക്ഷനും കോൾഡും നല്ല ഫീവറും ഉണ്ട്. ആക്ച്വലി ഇപ്പോൾ ടൈം വന്നിട്ട് 11:30 ആയിട്ടുണ്ട് നൈറ്റ്. അപ്പോൾ വന്നിട്ട് ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ച് കുറച്ചൊന്നിപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം, കുറച്ച് സ്വെല്ലിങ് ഉണ്ടല്ലോ, സുഖമില്ലാത്തത് കൊണ്ടാണ്. അപ്പം എൻ്റെ സൗണ്ടിനും കുറച്ചൊരു പ്രോബ്ലം ഉണ്ട്, അത് കോൾഡ് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വോയിസിൻ്റെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. അപ്പം നമുക്ക് ആ ഗിവവേ അനൗൺസ് ചെയ്താലോ? ഫസ്റ്റ് വന്നിട്ട് 4K ആയതിൻ്റെ ഗിവവേ ആണ് നമ്മൾ അനൗൺസ് ചെയ്യാൻ പോണത്. അതായത് നമുക്ക് കമൻറ്റ് ചെയ്യുകയും ഞാനിടുന്ന വീഡിയോസ് ആയാലും ഷോർട്സ് ആയാലും സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് അയച്ചു തരികയും ചെയ്തവരെയാണ് നമ്മൾ നറുക്കെടുപ്പിലൂടെ ഫസ്റ്റ് അനൗൺസ് ചെയ്തത്. സെക്കൻഡ് വന്നിട്ട് നമ്മുടെ മന്ത്ലിയുള്ള കമൻറ്റ് സെക്ഷനിൽ നിന്നാണ് നമ്മൾ സ്വയപ്പപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വിന്നർ ആരാന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ട് പ്രിയത ശ്രീരാജാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫസ്റ്റ് വിന്നർ വന്നിട്ട് പ്രിയത ശ്രീരാജാണ്. അപ്പം മാമിനൊരു കൺഗ്രാജുലേഷൻസ്. മാമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പ് ചെയ്യുക. നമ്മൾ അടുത്ത വർക്കിംഗ് ഡേയിൽ വന്നിട്ട് ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നമ്മൾ വന്നിട്ട് 4Kയിലുള്ള ഈ സ്പെഷ്യൽ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് 3 പീസ് സെറ്റായിരുന്നു. അപ്പം മാമിനൊരു 3 പീസ് സെറ്റ് നമ്മൾ ഗിഫ്റ്റായിട്ട് തരുന്നതായിരിക്കും. മാമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മെസ്സേജ് അയച്ചതായിട്ട് വന്ന് നമ്മൾ മന്ത്ലിയുള്ള ഗിവവേയാണ് അനൗൺസ് ചെയ്യുന്നത്. അതായത് സെക്കൻഡ് സാറ്റർഡേ അനൗൺസ് ചെയ്യേണ്ട ആ ഒരു ഗിവവേയാണ് ഇപ്പം നമ്മൾ അനൗൺസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പം നമുക്ക് ആരാന്ന് നോക്കാത്. അപ്പം നമ്മൾ ഇന്നത്തെ വിന്നർ വന്നിട്ട് ക്രിയേഷൻ വിത്ത് ആരാധ്യ മാമാണ്. ജീൻസ് ടോപ്പ് ഇനിയും കൊണ്ടുവരണം. ഇന്നത്തെ എല്ലാ കളക്ഷൻസും വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, സൂപ്പർ സെയിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം മാമിനൊരു കൺഗ്രാജുലേഷൻസ്. മാമിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ നമ്മുടെ കസ്റ്റമർ കെയർ നമ്പറായ 9645479506 വന്നിട്ട് വാട്സപ്പ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വർക്കിംഗ് ഡേയിൽ വന്നിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വിന്നേഴ്സായ 2 പേർക്ക് ഒരു കൺഗ്രാജുലേഷൻസ്. അപ്പം ഇനിയും നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഗിഫ്റ്റ് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരിക്കരുത്. ഇതുകൊണ്ടൊന്നും VR ഡിസൈൻസിൻ്റെ ഓഫറുകളും ഗിഫ്റ്റുകളും അവസാനിക്കുന്നില്ല. ടു ബി കണ്ടിന്യൂ. അപ്പോൾ ഞാൻ ഒട്ടും ബോറടിപ്പിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കളക്ഷൻസിലേക്ക് നമുക്ക് പോയാലോ? ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് 2 പീസ് സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്ന ഈ ബോട്ടിൽ ഗ്രീൻ ആണ്. അതായത് ടോപ്പും ദുപ്പട്ടയാണ് വരുന്നത്, സൈഡ് സ്ലിറ്റാണ് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വന്നിട്ട് ബോട്ടിൽ ഗ്രീൻ ആണ്. സെക്കൻഡ് വന്നിട്ട് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ് വരുന്നത്. തേർഡ് വൺ വന്നിട്ട് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ്. ആൻഡ് ഫോർത്ത് വൺ വന്നിട്ട് ഒരു ഒലീവ് ഗ്രീൻ ആണ് വരുന്നത് കേട്ടോ. നല്ല ഷെയ്ഡാണ്, 4 നല്ല ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് കളക്ഷൻസിൽ വന്നിട്ട് അതാണ് വരുന്നത്. സെക്കൻഡ് വൺ വന്നിട്ട് ഇപ്പം നമ്മൾ കാണിച്ചതെല്ലാം 4 ഷെയ്ഡും വന്നിട്ട് ജോർജറ്റിലാണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് 2 പീസ് സെറ്റ് തന്നെയാണ്. ഇത് വന്നിട്ട് ടോപ്പും പാൻറ്റുമാണ് വരുന്നത് കേട്ടോ. ഫാബ്രിക് വന്നിട്ട് ഓർഗൻസിയാണ് വരുന്നത്. 2 ഷെയ്ഡാണ് വരുന്നത്. ഫസ്റ്റ് വൺ വന്നിട്ട് ഈ മെറൂൺ ഷെയ്ഡും സെക്കൻഡ് വൺ വന്നിട്ട് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡുമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടാലോ? ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ്. ഇതിൻ്റെ ഫാബ്രിക് എന്ന് പറയുന്നത് ഒരു ജോർജറ്റാണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. നിങ്ങൾക്ക് വീഡിയോയിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു, പക്ഷെ നല്ല ഡാർക്കായിട്ടുള്ള ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ്. സൈഡ് സ്ലിറ്റാണ് വരുന്നത്. 3/4 സ്ലീവാണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് അല്ല, ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്.
സൈഡ് സ്റ്റിച്ചാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത്. ഞാൻ അതിൻ്റെ ക്ലോസ് വ്യൂ കാണിക്കാം, എങ്കിൽ മാത്രമേ അത് എത്രത്തോളം ഭംഗിയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ക്ലോസ് വ്യൂ. ഫ്രണ്ട് ഏരിയ വന്നിട്ട് ഫുള്ള് വന്നിട്ടും ഇങ്ങനെ പ്ലെയിൻ ഷെയ്ഡിലാണ് വരുന്നത്. ഇതിൻ്റെ വർക്ക് വന്നിട്ട് ഏറ്റവും എൻഡ് പോർഷനിലാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് വന്നിട്ട് നല്ല നമുക്കങ്ങനെ നൂല് പോകുന്ന എംബ്രോയ്ഡറി ഒന്നുമല്ല, ത്രെഡ് എംബ്രോയ്ഡറി ആണ് കേട്ടോ. നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേ സെയിം എംബ്രോയ്ഡറി വർക്കാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. കുർത്തിൻ്റെ ലെങ്ത് 47 ആണ് വരുന്നത് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. വൺ സൈഡ് വന്നിട്ട് ഹെവി ആയിട്ടാണ് എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിരിക്കുന്നത്. എംബ്രോയ്ഡറി വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, റോസ് ഷെയ്ഡും പീച്ച് ഷെയ്ഡും വൈറ്റും ഒലീവ് ഗ്രീനും എല്ലാം കൂടെ മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2.5 ആണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പെക്യുലാരിറ്റി എല്ലാം സെയിം തന്നെയാണ്, ആ ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിൽ കണ്ടോ, ഇതേപോലെയാണ് ഹെവി ആയിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, നല്ല സൂപ്പറാണ് കേട്ടോ. എല്ലാം നല്ല ഷെയ്ഡാണ്, ഡാർക്ക് ഷെയ്ഡാണ് വരുന്നത്. എല്ലാത്തിൻ്റെയും ലെങ്തും കാര്യങ്ങളെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഈ കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ആൻഡ് തേർഡ് വൺ വന്നിട്ട് നല്ല ഒരു യെല്ലോ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്താ പറയുക, ഹൽദിക്കൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലാതെയുള്ള അതിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്കി നമ്മൾ കണ്ടതെല്ലാം സെയിം തന്നെയാണ്, പെക്യുലാരിറ്റി എല്ലാം. എൻഡ് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഹെവി ആയിട്ട്. ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ വന്നിട്ട് ഫ്രണ്ട് ഏരിയയിൽ മാത്രമേ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുക്കാറുള്ളൂ. ഇതിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. ഫുൾ ഫ്രണ്ട് ഏരിയയും ബാക്ക് ഏരിയയും വന്നിട്ട് ഫുള്ള് പ്ലെയിൻ ആയിരിക്കും. ഇതിൻ്റെ ഏറ്റവും എൻഡ് പോർഷനിലാണ് വന്നിട്ട് ഈ വർക്ക് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ യെല്ലോയിലൊക്കെ ഈ ഒരു വർക്ക് വരുമ്പോഴത്തേക്ക് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അതിൻ്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. അതും ഹെവി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കണ്ടോ, നല്ല ഭംഗിയില്ലേ. ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഈ ഇത്രയും ഇത് നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റ് ഫാബ്രിക്കാണ് കേട്ടോ. അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്തതൊന്നുമല്ല, നല്ല ക്വാളിറ്റി ഉള്ളതാണ്. ഞാനിപ്പോൾ ഒരു 4K ആയതിൻ്റെ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസിങ്ങിന് ഞാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ കണ്ട കുർത്തി വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒലീവ് ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. എല്ലാം നല്ല ഷെയ്ഡാണ് കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് വേണ്ടവർക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ട്, ഡാർക്ക് ഷെയ്ഡ് വേണ്ടവർക്ക് ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. കാരണം ആർക്കും ഇനി നമുക്ക് ലൈറ്റ് ഷെയ്ഡ് ഉണ്ടായിരുന്നെങ്കിൽ എടുക്കാം എന്ന് വിചാരിച്ച് ആർക്കും കിട്ടാതാവരുത്. അതുകൊണ്ട് ഇപ്പോൾ ഓഫർ സെയിൽ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും കളക്ഷൻസ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഈ വർക്ക് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ സെയിം തന്നെയാണ്. ഇപ്പോൾ എല്ലാം ഇങ്ങനെ കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കണ്ടാൽ മാത്രമല്ലേ ഇതിൻ്റെ ഭംഗി എത്രയാണെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫോട്ടോസും കൊടുത്തേക്കാം കേട്ടോ. കമ്മ്യൂണിറ്റിയിലോ അല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടൊക്കെ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, ഈ വീഡിയോയുടെ ഇടയിലായിട്ടാണെങ്കിലും കൊടുത്തേക്കാം. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കുർത്തി വേറെ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഫൈനൽ ഔട്ട്ഫിറ്റാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട എല്ലാ കുർത്തിൻ്റെയും സൈസ് വന്നിട്ട് M to XXL ആണ്. പ്രൈസാണ് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത്. 649 ഉള്ളൂ. ഫ്രീ ഷിപ്പിംഗ് ആണ്. 649 വന്നിട്ട് ഈ 2 പീസ് സെറ്റ് അഫോർഡബിൾ അല്ലേ. അപ്പം നിങ്ങൾ ആരും മിസ്സാക്കരുത്. നമ്മളിപ്പോൾ 4K ആയതിനുള്ള സ്പെഷ്യൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പ്രൈസിങ്ങിന് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് കണ്ടാലോ. അടുത്തത് വന്നിട്ട് നല്ല ഒരു ഓർഗൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു 2 പീസ് സെറ്റാണ്. നമ്മളിപ്പോൾ കണ്ടതെല്ലാം ടോപ്പും ദുപ്പട്ടയും ആയിരുന്നു. ഇനി നമ്മൾ കാണാൻ പോണത് ടോപ്പും പാൻറ്റുമാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ട് ഏരിയ കണ്ടോ, ഫുള്ളായിട്ടും ഇങ്ങനെ എംബ്രോയ്ഡറി വർക്കാണ്. ഇത് ത്രെഡ് എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്ന എല്ലാ കുർത്തിയും വന്നിട്ട് 649 ഉള്ളൂ. ഒറ്റ പ്രൈസേ ഉള്ളൂ. ഈ ഇപ്പോൾ വേറെ ഇരിക്കുന്നതാണെങ്കിലും ശരി, ഇതായാലും ശരി, ഒറ്റ പ്രൈസേ ഉള്ളൂ. എല്ലാം M to XXL ആണ് വരുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ബാക്ക് ഏരിയ വന്നിട്ട്
ഇങ്ങനെയാണ് വരുന്നത്. 3/4 സ്ലീവ് ആണ്. സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ബോഡി പോർഷനിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഫാബ്രിക് വന്നിട്ട് ഓർഗൻസ ആണല്ലോ, അപ്പോൾ അതിൽ വന്നിട്ട് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ഇതിൻ്റെ ഈ ഫ്രണ്ട് ഏരിയയിലുള്ള അതേ സെയിം വർക്ക് വന്നിട്ട് ഇതിൻ്റെ ഈ 3/4 സ്ലീവ്സിൻ്റെ എൻഡിലും ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്. കുർത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 47 ആണ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ പാൻറ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഫ്രണ്ട് പോർഷനിൽ വന്നിട്ട് ഇങ്ങനെ ഫ്രണ്ട് പോർഷനിൽ പടി പോലെ കൊടുത്തിട്ട് ബാക്ക് ഏരിയ വന്നിട്ട് എലാസ്റ്റിക് ആണ് വരുന്നത്. നമുക്കിങ്ങനെ ടൈ ചെയ്യാനുള്ള ഒരു ഡോറിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓർഗൻസ ആണെങ്കിൽ തന്നെയും സാധാരണയുള്ള ഓർഗൻസ വന്നിട്ട് നമുക്ക് കുറച്ച് എന്താ പറയുക, അത്ര ഒരു സോഫ്റ്റ് ആയിരിക്കത്തില്ലല്ലോ. ഇത് പക്ഷെ നല്ല സോഫ്റ്റ് ആണ്. ജോർജറ്റ് ആണെന്ന് നമുക്ക് തോന്നത്തുള്ളൂ. അത്രയ്ക്ക് സോഫ്റ്റ് ആണ്. നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിളും ആണ് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. പോക്കറ്റ് വന്നിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടില്ല, പോക്കറ്റ് വരുന്നില്ല. ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 39 തന്നെ വരുന്നുണ്ട് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ട്. അത്യാവശ്യം എനിക്ക് വന്നിട്ട് ഞാനൊരു 5-6 ഒക്കെ ഉള്ളൂ ഹൈറ്റ്. എനിക്ക് തന്നെ നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല ലെങ്ത് ഉണ്ട്. പിന്നെ വന്നിട്ട് ഇതൊരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റാണ് കേട്ടോ. ലൂസാണ്. ഇത് കണ്ടോ, നല്ല ഒരു ലൂസ് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 പീസിൽ വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല ഒരു എന്താ പറയുക, കംഫർട്ടബിൾ ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഷെയ്ഡും കൊള്ളാം. ഷെയ്ഡ് എന്താ പറയുക, ഒരു മെറൂൺ ഷെയ്ഡൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. ചെറിയ റെഡ് അറിയില്ലേ, ആ ഒരു ഷെയ്ഡാണ് വരുന്നത്. അത്ര ഭംഗിയുണ്ട്. ഈ ഒരു ഷൈനിങ് കൂടെ വരുമ്പോൾ സൂപ്പറാണ്. ഇങ്ങനെ ഒരു ഔട്ട്ഫിറ്റാണ് വരുന്നത്. നല്ല നമുക്ക് കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് സെക്കൻഡ് വൺ വന്നിട്ട് നല്ല ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ സെയിം തന്നെയാണ്. എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട്. ഈ ഡാർക്ക് ഷെയ്ഡിൽ വന്നിട്ട് ഈ വൈറ്റ് എംബ്രോയ്ഡറി വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ബാക്ക് ഏരിയ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. സെയിം തന്നെയാണ്. ഇതിൻ്റെ എൻഡ് പോർഷനിൽ കണ്ടോ, ഇങ്ങനെ ഹെവി ആയിട്ട് ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഡെയിലി വെയർ ഒക്കെ ആയിട്ട് ഇപ്പം ടോപ്പും പാൻറ്റും വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ വെയർ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ദുപ്പട്ട വേണ്ടവർക്ക് ഒരു ഇതിൻ്റെയൊക്കെ ഷെയ്ഡിൽ വന്നിട്ട് ദുപ്പട്ട എല്ലാവരുടെയും കയ്യിൽ അവൈലബിൾ ആയിരിക്കും. അതും കൂടി ഇട്ട് നിങ്ങൾക്ക് പെയർ ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പും പാൻറ്റുമാണ് കേട്ടോ. ബാക്കി വെക്കലായിട്ട് എല്ലാം സെയിം തന്നെയാണ്. പാൻറ്റ് നമ്മൾ നേരത്തെ കണ്ട പോലെ സെയിം തന്നെയാണ്. ആ ഒരു ഷെയ്ഡിൽ മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം നമ്മളിപ്പോൾ കണ്ട ഈ 2 പീസ് സെറ്റ് വെയർ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയൊരു ലുക്കാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഇന്ന് കണ്ട എല്ലാ കളക്ഷൻസും വന്നിട്ട് 649 ഉള്ളൂ. അതിൻ്റെ കാരണം എന്തെന്ന് നിങ്ങൾക്ക് അറിയാലോ. 4K ആയതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ ഓഫർ സെയിൽ ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നോർമലി വന്നിട്ട് നമ്മൾ കട്ട് സൈസ് ഒക്കെ ആയിരിക്കും ചെയ്ത്, അതിൻ്റെ വീഡിയോസ് വന്നിട്ട് നമ്മൾ പിന്നീട് ഇടുന്നതായിരിക്കും. അതും പുതിയ കളക്ഷൻസിൻ്റെ കുറേ കട്ട് സൈസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ വന്നിട്ട് നമ്മൾ നാളെയോ മറ്റന്നാളോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഇതുവരെയുള്ള എൻ്റെ എല്ലാ ഓഫർ സെയിൽ വീഡിയോയും സപ്പോർട്ട് ചെയ്തതുപോലെ 4Kയുടെ ഈ ഓഫർ സെയിൽ വീഡിയോയും നിങ്ങൾ, ഓഫർ സെയിൽ എന്ന് പറയാൻ പറ്റത്തില്ല, പുതിയ കളക്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മളിതൊരു ഓഫർ സെയിലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. ഈ വീഡിയോയിൽ നിങ്ങളെല്ലാവരും വിജയിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഈ 4K വരെയുള്ള എൻ്റെ ജേർണിയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും അങ്ങോട്ടുള്ള എൻ്റെ ജേർണിയിൽ നിങ്ങൾ മെസ്സേജിലൂടെ ആയാലും കമൻറ്റിലൂടെ ആയാലും സപ്പോർട്ട് ചെയ്യുമെന്നും എൻ്റെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ VR ഡിസൈൻസിനെയും എന്നെയും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു സ്റ്റേജിലെത്താനും അല്ലെങ്കിൽ ഈ ഒരു 4K വരെ എനിക്ക് എത്താൻ പറ്റിയത്. അപ്പം അതിന് നിങ്ങളോടും ജഗദീഷിനോടും ഞാൻ നന്ദി പറയുന്നു. അപ്പം ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണ്. വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 8891479506. ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ 9645479506. അപ്പം നിങ്ങൾക്ക് ഓർഡേഴ്സ് എല്ലാം വാട്സപ്പ് ത്രൂ ആണല്ലോ. അപ്പം നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ സൈസ് കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം മെൻഷൻ ചെയ്താൽ മതി. ഇതൊക്കെ നമ്മൾ ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഓഫർ സെയിൽ ആയതുകൊണ്ട് തന്നെ ആർക്കും കിട്ടാതാവില്ലെന്ന് വിചാരിച്ചിട്ട് അത്രയും ബൾക്ക് ക്വാണ്ടിറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നിങ്ങളെല്ലാവരും എത്രയും പെട്ടെന്ന് ഓർഡർ തരിക. എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലുള്ളത് തീർന്നാൽ നമ്മുടെ യൂണിറ്റിൽ ഇനി അവൈലബിൾ ആണ്. അപ്പം ഒട്ടും ടൈം കളയരുത്. അപ്പം നമുക്ക് ഇനി അടുത്തൊരു എലഗൻ കളക്ഷനുമായിട്ട് വരുന്നവരേക്കും സൈനിങ് ഓഫ് ഗൗരി ഹർഷ്.